ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേക്ക് ഉണ്ടാക്കാൻ ഓവനും ബീറ്ററും ബട്ടർ പേപ്പറും ഒന്നും ഇല്ലയെന്നും പറഞ്ഞ് വിഷമിക്കുന്നവരാണോ നിങ്ങളെ? എങ്കിൽ പോന്നോളൂ, നമുക്കൊന്നിച്ചൊരു ക്യാരമൽ ക്യാരറ്റ് കേക്ക് ഉണ്ടാക്കാം. അടിപൊളി ടേസ്റ്റിൽ. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കണ്ടാലോ? ആദ്യം നമുക്കൊരു മിക്സിയുടെ ജാറിലേക്ക് 250 ml കപ്പിന് ഒരു 1/4 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുക്കാം. മധുരം കൂട്ടി വേണ്ടുന്നവർക്ക് 1 കപ്പോളം എടുക്കാം. ഒരു 8 ഗ്രാമ്പു, ഒരു ജാതിക്കായുടെ പകുതി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പൊടിച്ചുകൊണ്ട് വരാം. ഇനി നമുക്കൊരു ബേക്കിംഗ് ട്രേയിലേക്ക്, ഇതൊരു 8 ഇഞ്ചിൻ്റെ ബേക്കിംഗ് ട്രേ ആണ്. ഇതിലേക്ക് നമുക്ക് ഓയിലോ ബട്ടറോ തേച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഈ ക്യാരറ്റും കൂടി ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഞാൻ 2 ക്യാരറ്റാണ് എടുത്തിരിക്കുന്നത്. അത്യാവശ്യം വലുപ്പമുള്ള 2 ക്യാരറ്റാണ്. ഒരു ക്യാരറ്റിൽ നിന്ന് തന്നെ ഒരു 1.25 കപ്പോളം ഗ്രേറ്റ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മതി നമുക്ക് കേക്കിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് പൊടികളൊക്കെ ഒന്ന് അരിച്ചെടുക്കാം. 250 ml കപ്പിന് 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. ഈ ഒരു അളവിൽ തന്നെ എടുക്കണം, മേളിലോട്ട് കുമിച്ചെടുക്കരുത്. ഇനി 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, അതും ഇതുപോലെ തന്നെ വടിച്ച് തന്നെ എടുക്കണം. 1 ടീസ്പൂൺ ബേക്കിംഗ് സോഡ. ഇനി ഒരു 2 പിഞ്ച് ഉപ്പിട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലതുപോലെ 2 പ്രാവശ്യമായിട്ട് അരിച്ചെടുക്കാം നമുക്ക്. ഇനി ഒരു പാൻ വെച്ച് നമുക്കൊരു 1/4 കപ്പ് പഞ്ചസാര കാരമലൈസ് ചെയ്തെടുക്കാം. സ്റ്റവ് ഓണാക്കി ഇനി ഒന്ന് ചൂടായി വന്നതിന് ശേഷം 4 സൈഡ് ഒന്ന് ഇളക്കി കൊടുക്കണം. ഉരുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. സൈഡിലൊക്കെ ഇതുപോലെ പിടിച്ചിരിക്കും. ഇനി ബ്രൗൺ നിറമായി വരുന്നുണ്ട്. തീ ഒന്ന് കുറച്ച് വെച്ച് കൊടുക്കാം. ഒരുപാട് കരിയരുത്, കരിഞ്ഞു പോയാൽ കേക്കിന് കയർപ്പ് രസം ഉണ്ടാവും. സൈഡ് മൊത്തം ഒന്ന് പതഞ്ഞു വരുന്നുണ്ട്. അതിൻ്റെ കറക്റ്റ് കളർ വന്നില്ലെങ്കിൽ കേക്ക് വെളുത്തിരിക്കും. ഇതുപോലെ പതഞ്ഞു വരണം. ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ചെറിയ ചൂടുവെള്ളം ആയാലും മതി, പച്ചവെള്ളം ആയാലും മതി. തീ ഒന്ന് ഓഫ് ചെയ്തതിന് ശേഷമേ ഒഴിക്കാവൂ. നീ കട്ടയൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാം. കറക്റ്റ് കളർ വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ക്യാരറ്റ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ക്യാരറ്റ് ഒന്ന് പകുതി തിളച്ചതിന് ശേഷം 1/2 കപ്പ് ഉണക്കമുന്തിരിയും കൂടി ഇട്ട് കൊടുക്കാം. ഈ ഒരു രീതിയിൽ പറ്റി വന്ന് ഇത്രയും വെള്ളം നമുക്ക് വേണം. ഇനി ഇതിലേക്ക് ഞാനൊരു 2 ടേബിൾ സ്പൂൺ ബട്ടർ കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം 1 ഗ്രാമ്പു പൊടിച്ചത്. ഒരു പ്ലം കേക്ക് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു മണമാണ് ഇപ്പോൾ കിട്ടുന്നത്. ബട്ടറൊക്കെ ഉരുകി കഴിഞ്ഞു. ഇനി നമുക്ക് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് ആറി വരട്ടെ. ഇനി കുറച്ച് അണ്ടിപ്പരിപ്പും കുറച്ച് ബദാം പരിപ്പ്. ഇതൊന്ന് ചൂടാക്കി പൊടിച്ചാൽ കൂടുതൽ നല്ലതായിരിക്കും.
ഞാനിപ്പോൾ ചൂടാക്കുന്നില്ല. ഇനി ഇതിനെ ഒന്ന് പൊടിച്ചെടുക്കാം. ബദാം പരിപ്പൊക്കെ ഉണ്ടെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ ഇവിടെ ഇരുന്നത് കൊണ്ട് ഇട്ടുന്നേ ഉള്ളൂ. ഇതിനെ നന്നായിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി വീണ്ടും ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 4 മുട്ട പൊട്ടിച്ചൊഴിക്കാം. നമുക്ക് മുട്ട ഒന്ന് കഴുകിയതിന് ശേഷമേ പൊട്ടിച്ചൊഴിക്കാവൂ. തോട് വീടാതെ നോക്കണേ. മിക്സിയുടെ ജാറിലൊന്നും ഒട്ടും വെള്ളം ഉണ്ടാവരുത്. മുട്ട എപ്പോഴും റൂം ടെമ്പറേച്ചറിലുള്ളതായിരിക്കണം എടുക്കാൻ. ഫ്രിഡ്ജിലൊക്കെ ആണെങ്കിൽ എടുത്ത് നേരത്തെ പുറത്ത് വയ്ക്കണം. ഇനി ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി ഒരു 25-30 സെക്കൻഡ് ഇത് മുട്ടയൊന്ന് അടിച്ചെടുക്കാം. മുട്ടയൊരു 25-30 സെക്കൻഡോളം ഞാൻ അടിച്ച് ഇതുപോലെ പതച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പഞ്ചസാര പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് 30 സെക്കൻഡ് ഒന്ന് വീണ്ടും അടിച്ചെടുത്തോണ്ട് വരാം. ഇനി ഒരു 1/2 കപ്പ് സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. ബട്ടർ ഞാൻ അതിൽ 2 ടേബിൾ സ്പൂൺ ചേർത്തിട്ടുണ്ട്. ഇനി ഒരു 5 സെക്കൻഡ് ഒന്ന് അടിച്ചെടുത്തോണ്ട് വരാം. എണ്ണ ഒഴിച്ചിട്ട് അധികം അടിക്കണ്ട. ഇതിലേക്ക് തന്നെ അങ്ങ് ഒഴിച്ചു കൊടുക്കുക. നന്നായിട്ട് ചൂടാറിയതിന് ശേഷമേ ഒഴിക്കാവൂ. ഇനി നമുക്ക് നമ്മുടെ ഓവൻ സെറ്റപ്പ് ഒന്ന് ചൂടാക്കാം. ഒരു 5 മിനിറ്റ് നന്നായിട്ട് ചൂടായി വരും. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. ഇനി നമുക്ക് ഈ പൊടിയും കൂടെ കുറേശ്ശെ ഇട്ട് ഇളക്കി കൊടുക്കാം. ഇനി നമുക്കൊരു ഇതിനകത്ത് കുറച്ച് പൊടി ഇരിപ്പുണ്ട്. അതിലേക്ക് ഈ നട്ട്സും കൂടി ഇതിനകത്തിട്ട് മിക്സ് ചെയ്തിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് ട്രേയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പകുതിയാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചത്. ഇനി ബാക്കി ഞാൻ എയർ ഫ്രയറിലാണ് വെക്കുന്നത്. ഇനി നന്നായിട്ട് ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതിൻ്റെ എയർ ബബിൾസ് ഉണ്ടെങ്കിൽ അങ്ങ് കുറച്ച് ക്യാരറ്റ്. ഇനി ഇതിലേക്കൊരു റിങ്ങും കൂടെ ഇറക്കി വെക്കാം. എന്നിട്ട് നമുക്ക് ഇതിനെ ഇതിലേക്ക് ഇറക്കാം. ഇനി നമുക്ക് അടച്ചു വയ്ക്കാം. ഒരു 40 മിനിറ്റ് വരെ വെയിറ്റ് ചെയ്യാം. നാൽപ്പത് മിനിറ്റ് കഴിഞ്ഞൊന്ന് തുറന്ന് നോക്കിയാൽ അറിയാം ഏത് പാകത്തിനാണെന്നുള്ളത്. വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് അടച്ചു വയ്ക്കാം. ആദ്യം ഒരു 10 മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ. അതിന് ശേഷം വേണം നമുക്ക് തീ കുറച്ച് വെച്ച് കൊടുക്കണം. ഇനിയൊന്ന് തുറന്ന് നോക്കാം, എന്തായെന്ന് അറിയണ്ടേ. നല്ല കളർ. ഏകദേശം 1 മണിക്കൂറോളം എടുത്തു ഇത് വെന്ത് വരാന്. പറ്റിപ്പിടിച്ചിട്ടൊന്നുമില്ല. കേക്ക് റെഡി ആയിട്ടുണ്ട്.
ഇനി ഇതിനെ നമുക്കൊന്ന് തണുക്കാനായിട്ട് മാറ്റി വെക്കാം. നല്ലതുപോലെ തണുത്തതിന് ശേഷമേ ഇനി ഈ കേക്ക് മാറ്റാവൂ. നമുക്കൊരു ടവൽ ഇട്ട് അടച്ചു വെക്കാം, ഇല്ലെങ്കിൽ ഒരു ബട്ടർ പേപ്പർ ഉണ്ടെങ്കിൽ അതിട്ട് കവർ ചെയ്ത് വെച്ചോളൂ. നല്ല സോഫ്റ്റ് കേക്കാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ക്യാരറ്റ് കേക്കാണ്. എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കണേ. ബൈ.